പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് 3 ഡെലിവറൻസ് വചനങ്ങളെക്കുറിച്ചാണ്. എന്താണ് സാധാരണ വചനവും ബന്ധനമോചന വചനവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ബന്ധനമോചന വചനം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക തിന്മയുടെ അരൂപികൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ ഈശോ പറഞ്ഞ അതേ വചനം ഉപയോഗിച്ച്, ഈശോ തിന്മയെ ശാസിച്ചകറ്റുവാൻ ഉച്ചരിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ അധരത്തിൽ നിന്ന് അതേ വാക്കുകൾ ഏറ്റേറ്റ് പറഞ്ഞ് തിന്മയെ ശാസിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രവിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ഈശോ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന രംഗമാണത്. അവൻ്റെ പിതാവ് ഈശോയുടെ അടുത്ത് വന്ന്, ഈ ഒരു തിന്മയിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ വിടുവിക്കാൻ സാധിക്കുമോ, അങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. 9-ാം അധ്യായം 25-ാം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് അവൻ അശുദ്ധാത്മാവിനെ ശകാരിച്ചു. ബധിരനും മൂകനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്നും പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ഉടനെ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ അലറി വിളിക്കുകയും ചെയ്തുകൊണ്ട് ആ തിന്മ പുറത്തു പോയി എന്ന് വചനം പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ തിന്മ കീഴ്പ്പെടുത്തിയെന്ന് നമുക്ക് തോന്നിയാൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9:25 നമുക്ക് പ്രഖ്യാപിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 പറയുന്നുണ്ട്: എൻ്റെ നാവിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഇത് ജീവൻ്റെ വചനം, ജീവൻ്റെ സമൃദ്ധി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വചനമാണിത്. നമുക്ക് ഈ വചനം തിന്മ ശക്തി ഏതെങ്കിലും വ്യക്തികളെ ആക്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഈ വചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കാം. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി ഒരു അടുത്ത വചനം ഇതാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 10-11 തിരുവാക്യങ്ങൾ. മരുഭൂമിയിലെ പരീക്ഷയിൽ കർത്താവ് സാത്താനോട് പറഞ്ഞ വചനമാണ്, പിശാചിനോട് പറഞ്ഞ വചനമാണിത്. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന വചനമാണിത്. ഈ ഒരൊറ്റ വചനം, ഒരു 10 അത്ഭുതമെങ്കിലും സിസ്റ്റർ ഒറ്റ വചനത്തിലൂടെ കാണുവാൻ കേൾക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, സിസ്റ്റർ ഇങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ധ്യാനത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ അവിടെയൊക്കെ ഹോളി വാട്ടറൊക്കെ തളിച്ചും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. മിക്കവാറും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ധ്യാനം തുടങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ ആയിട്ട് തുടങ്ങുന്നതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ടീം ഒരുമിച്ച് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 10-11 കൊന്ത ചെല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിന് മുൻപും ഈ വചനം ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളങ്ങ് കൊന്ത ചെല്ലാനായിട്ട് തുടങ്ങി. വചനം ഇതാണ്: യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന ഏത് കാര്യം പറഞ്ഞാലും തിന്മ വിട്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ പിശാച് ഓൺ ദ സ്പോട്ടിലാണല്ലേ. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഇതാണ് ദൈവവചനം. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലങ്ങളിലും തിന്മ നമ്മളെ ആക്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ, അസാധാരണമായ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ, നമുക്കുടൻ തന്നെ ഈ വേദവാക്യം അധരത്തിലെടുത്ത് നമുക്ക് പ്രഖ്യാപിക്കാം. ദൈവവചനത്തിൻ്റെ കാഹളധ്വനി ഒരു കുടുംബത്തിൽ വന്ന് നിറയുമ്പോൾ, ആ ഒരു ഡെലിവറൻസ് വചനം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ചുറ്റുമ്പോൾ അവിടെ മറ്റെല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകും. മറ്റെല്ലാ കാഹളധ്വനിയും അവിടെ അവസാനിക്കുക തന്നെ ചെയ്യും. ഇനി മക്കളൊക്കെ പഠിക്കുന്ന മുറിയിലിരുന്ന് അവരിങ്ങനെ മൊബൈൽ ഫോൺ അടിമത്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഗെയിം അഡിക്ഷനാണെന്നൊക്കെ നമ്മൾ പരാതി കുറ്റമൊക്കെ ആയിട്ട് പറയാറുണ്ട്. എന്ത് ചെയ്യണമെന്നൊക്കെ ഓർത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ ഓടിയൊക്കെ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളിരുന്ന് പഠിക്കുന്ന മുറിയിൽ ആ 4 സൈഡിലും നിന്നിട്ട് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും നിന്ന് നിങ്ങൾ ഉറക്കെ ഒരു കാഹളധ്വനി പോലെ ഈ വചനം ഒന്ന് അധരത്തിലെടുത്തെന്ന് പ്രഖ്യാപിച്ചേ: യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ
എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. തിന്മ വിട്ടുപോയാൽ മാലാഖമാർ സംഘം സംഘമായി ആ മുറിയിൽ പാളയമടിച്ച് ആ കുഞ്ഞിരുന്ന് പഠിക്കുന്ന കസേരയ്ക്ക് ചുറ്റും മാലാഖമാരും വിശുദ്ധരും സംഘം സംഘമായി കരങ്ങൾ കോർത്തുപിടിച്ച് ആ കുഞ്ഞിന് വേണ്ടി ആരാധിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്താൽ എന്ത് മഹത്തരമായ കാര്യമാണല്ലേ. ഇതെവിടെ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു ഡെലിവറൻസ് വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 തെസ്സലോനിക്ക 2:8 വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്തു. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി വഴിമാറിയാൽ മാത്രമേ ഈശോ പ്രത്യക്ഷപ്പെട്ട് അവിടെ തിന്മയെ ശാസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നുണ്ട്. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി വഴിമാറിപ്പോകുവാൻ നമ്മുടെ അത്തരത്തിൽ നാം ദൈവവചനം എടുക്കണം. ഇത് വചനം 2 തെസ്സലോനിക്ക 2:8. സാധിക്കുന്നവരെല്ലാം കുറിച്ചു വെച്ച് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വചനം ഇപ്രകാരമാണ്: കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം വഴി, കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം വഴി അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുക. പേര് പോലും കേൾക്കപ്പെടാത്ത വിധം, നാമം അവശേഷിക്കാത്ത വിധം നാമാവശേഷമാക്കുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ അത്തരത്തിൽ ദൈവവചനം ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങുക. ദൈവവചനം ഏറ്റെടുത്ത് ഒരു വചനം പോലും നിഷ്ഫലമായി പോകുന്നില്ല എന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 വായിച്ചു. സംഖ്യയുടെ പുസ്തകം 23:19 പഠിപ്പിക്കുന്നുണ്ട്: വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ? എന്താണ് ദൈവം പറഞ്ഞത്? ദൈവം വചനത്തിലൂടെ പറഞ്ഞ തിരുവാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അത്തരത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഓരോ രക്തത്തുള്ളികളിലും ഈ ദൈവവചനം നിറയട്ടെ. ദൈവവചനം ഹൃദയത്തിൽ നിറയുമ്പോൾ അത് അധരത്തിലൂടെ വചോവിലാസമായിട്ട് നമ്മുടെ അധരത്തിലൂടെ അത് പുറത്തേക്ക് വരും. ദൈവവചനം ഒഴുകിയാൽ, അധരത്തിൽ നിന്ന് വചനമൊഴുകിയാൽ തിന്മയുടെ എല്ലാ ദുരദുഷ്ടങ്ങളും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകുവാൻ ഇടവരുത്തും. നമുക്ക് ഈ 3 വചനവും ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് നമുക്ക് പ്രഖ്യാപിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.